എല്ലാവർക്കും നമസ്കാരം. ചില കാര്യങ്ങൾ, ചില നുറുങ്ങുകളൊക്കെ എപ്പോഴും പറഞ്ഞു തരണം എന്ന് വിചാരിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ടൈം കിട്ടാറില്ല. അതാണ് സത്യം. ബുധനാഴ്ച ചെയ്തതാണ് ഒരു വീഡിയോ. വേറെ കുറേ പരിപാടികൾ ഉള്ളതുകൊണ്ട് എല്ലാം കൂടെ മെയിൻ്റെനൻസ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഒരു ഫുൾ ടൈം ട്രേഡറാണ്. പക്ഷേ ഫുൾ ടൈം ഈ സിസ്റ്റത്തിൻ്റെ മുമ്പിലിരുന്ന് പഠിപ്പിക്കാനോ അല്ലെങ്കിൽ കോഴ്സുകൾ കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്ട്രാറ്റജികൾ പറഞ്ഞു തരാനോ വല്ല ചെറിയ ടിപ്സുകളും നുറുങ്ങുകളൊക്കെ പറഞ്ഞു തരാനോ ഒന്നിനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇന്ന് അല്പം സമയം കിട്ടിയതുകൊണ്ട് ഞാനൊരു ചെറിയ, അതായത് ബിഗിനേഴ്സിന് തുടക്കത്തിൽ തന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഒരു ചെറിയ പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് മിണ്ടാതിരിക്കുന്നത് പോലുള്ള ഒരു കാര്യം പറഞ്ഞു തരാം. അത് നല്ല സക്സസ് റേറ്റുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇതിനു മുമ്പ് നിങ്ങൾ അതൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്നിരുന്നാലും ഒരുപാട് ആമുഖങ്ങളൊന്നും ഇല്ലാതെ, ഒരുപാട് വിസ്തരിച്ച് പറയാതെ, കാതലായ അംശം മാത്രം പറയുക. ഒരുപാട് നേരം വീഡിയോ നീട്ടിക്കൊണ്ടുപോയി കാണുന്നവരെ വെറുപ്പിക്കുന്ന ഒരു പരിപാടി, അതല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് കുറേ വ്യൂസിനുണ്ടാക്കുക, അതുപോലുള്ള പരിപാടിയൊന്നും എനിക്കിഷ്ടമല്ല. എൻ്റെ വീഡിയോകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, 4-5 മിനിറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. കാണാൻ വരുന്നവർക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാവണം. ആ ഒരു രൂപത്തിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കാം. എൻ്റെ ടെലഗ്രാമിൽ നിങ്ങൾക്ക് മാർക്കറ്റ് ടൈമിൽ എപ്പോൾ വന്നാലും നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, ഞാൻ തീർത്ത് തരും. സമയം കിട്ടുന്നത് പോലെ ചിലപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഞാൻ തീർത്തി തരും. അതല്ലെങ്കിൽ സമയം കിട്ടിയാൽ ഉടനെ തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് റീപ്ലൈ തരും. ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഇതൊരു ആമുഖമൊന്നുമല്ല, ഇത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, നിങ്ങൾ ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റായി എന്ന് വിചാരിച്ചോളൂ. മര്യാദ പ്രോഫിറ്റ് ആണെങ്കിൽ അന്ന് ട്രേഡ് നിർത്തുന്നതാണ് ഏറ്റവും ബെറ്റർ. അതല്ലെങ്കിൽ കാത്തിരിക്കുക, നല്ല ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക. അല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ട്രേഡ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ലോസിലേക്ക് പോയെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ആവശ്യമില്ല. ധാരാളം സമയമുണ്ട്. 3:15 വരെ നമുക്ക് ട്രേഡ് എടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി ലോസായി കഴിഞ്ഞാൽ നെക്സ്റ്റ് നല്ലൊരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കാത്തിരിക്കുക. അവസരം കിട്ടുമ്പോൾ ട്രേഡ് എടുത്ത് മുന്നോട്ട് പോവുക. അത്യാവശ്യം മാന്യമായപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ഒരു 500-750 രൂപ, മാക്സിമം ഒരു 1000 രൂപയൊക്കെ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ അന്ന് നിർത്തുക, ട്രേഡ് നിർത്തുക. അതാണ് ഒരു ട്രേഡറുടെ നല്ല ലക്ഷണം, നല്ല സ്വഭാവം. എന്നാൽ നിങ്ങൾക്ക് പണം എന്നും കയ്യിൽ വരും. അതിനനുസരിച്ച് ക്യാപിറ്റൽ കൂടുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലോട്ടുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിപ്പിക്കാം. അല്ല, അക്യൂറസിയായ ടൈം നോക്കി നിങ്ങൾ കാത്തിരുന്ന് എടുക്കുക. മതി. ഒരുപാട് നേരം ഒരുപാട് ട്രേഡുകൾ എടുത്ത് ചടച്ച് ബ്രോക്കറേജ് കൊടുത്ത് മാനസിക വിഭ്രാന്തി ഉണ്ടാക്കി, മാനസിക പിരിമുറുക്കമുണ്ടായി. പണ്ട് കോയമ്പത്തൂരിലൊരു സുഹൃത്ത് പറയുണ്ടായി, മണി വേസ്റ്റ്, ടൈം വേസ്റ്റ്, എവറിത്തിങ് വേസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആവാതെ, യാതൊരുവിധ ടെൻഷനും ഇല്ലാതെ, കിട്ടിയ പ്രോഫിറ്റ് കളയാതെ മാർക്കറ്റ് കണ്ടുകൊണ്ട് പഠിച്ചിരിക്കാൻ നോക്കുക. ഏതായിരുന്നാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അതായത് 5 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് നമ്മൾ ചാർട്ടിനെ മാറ്റുന്നു. അവസാന ദിവസം തന്നെ നമുക്ക് എടുക്കാം. അതായത് 7-ാം തീയതി തുടക്കം എന്നായിരുന്നു. ഇവിടെയാണ് 7-ാം തീയതി തുടക്കം. നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യാണ് 7:09. ഓക്കെ, അവിടെ മാർക്ക് ചെയ്താൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് അതിൻ്റെ തൊട്ട് ക്യാൻഡിൽ, തലേ ദിവസത്തെ ക്യാൻഡിൽ നമുക്ക് മാർക്ക് ചെയ്യാം. എന്നാലാണ് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ. 3:25 മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ, ഈ 5 മിനിറ്റ് ക്യാൻഡിലെ ലോവും ഹൈയും നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഹൈ എന്ന് പറയുമ്പോൾ 22,523.65 നമ്മൾ അതിൻ്റെ അടയാളത്തിന് വേണ്ടിയിട്ട് കളർ മാറ്റുന്നു. ഒരു വയലറ്റ് കളറാക്കി 22,523 അല്ലേ പറഞ്ഞു? ഓക്കെ, 22,200 മാർക്ക് ചെയ്തു. ഇതിൻ്റെ ലോ എവിടെയാണെന്ന് നോക്കുക. ലോ എവിടെയാണ്? 22,484 22,484 എവിടെയാണ്? ഓക്കെ, 84 മാർക്ക് ചെയ്തു. ഈ ലൈനുകളൊക്കെ ഒന്ന് ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പം മൗസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പം ചിലപ്പം എന്താവും, മാറിപ്പോവും. ഇനി ഓപ്പൺ പ്രൈസ് കൂടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഓപ്പണിംഗ് എത്രയായിരുന്നു? ഓപ്പണിംഗ് അറിയണമെങ്കിൽ ക്യാൻഡിലിൽ കൊണ്ടേ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ അറിയാൻ പറ്റും. നമുക്ക് ഓപ്പണിംഗ് 22,505 കണ്ടോ? ഇവിടെ നമ്മൾ ആ ക്യാൻഡിൽ കൊണ്ട് വെച്ചിരുന്നു. ഇവിടെ O എന്നുള്ളത് കണ്ടില്ലേ? ഇതാണ് ഓപ്പൺ പ്രൈസ്. ക്യാൻഡിൽ കൊണ്ട് വെച്ചു മൗസ്. 22,505 ഓപ്പൺ. നമ്മൾ ആ ഓപ്പൺ പ്രൈസ് മാർക്ക് ചെയ്യുന്നു. 22,505 മാർക്ക് ചെയ്തു. അത് നമുക്ക് കളർ മാറ്റാം. അറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് അറിയാൻ, ക്യാച്ച് ചെയ്യാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളർ കൊടുത്തു. ഓക്കെ,
ഇനി ഈ 5 മിനിറ്റ് ക്യാൻഡിൽ അതിൻ്റെ ലോവും ഹൈയും ഏത് ഭാഗമാണോ ആദ്യം ക്രോസ് ചെയ്ത് ക്ലോസ് വയ്ക്കുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏറ്റവും സുതാര്യമായി 5 മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ ഒരു ക്രോസ് ചെയ്യുന്ന ക്യാൻഡിലിൻ്റെ പകുതി ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്താലും മതി. അതേസമയം നമ്മൾ 1 മിനിറ്റ് ടൈമിലേക്ക് മാറ്റുക. 1 മിനിറ്റ് ടൈമിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഓക്കെ, ഇതാണ് ലോ. ഇവിടെ മാർക്കറ്റ് താഴേക്കാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ താഴത്തെ ലൈന് ലോ എപ്പോൾ ക്രോസ് ചെയ്ത് ക്ലോസ് ആകുന്നോ അപ്പോൾ നമുക്ക് എടുക്കാൻ കഴിയും. ഇവിടെ ക്രോസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫുൾ ക്യാൻഡിൽ പുറത്തേക്ക് വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. ഇവിടെ നോക്കൂ, 9:21 ഫുൾ ക്യാൻഡിലാണ് പുറത്ത് ക്രോസ് ചെയ്ത് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ എൻ പ്രൈസിൽ ഇത് എപ്പോഴാണോ ക്ലോസ് ആകുന്നത് ആ സമയത്ത് നമുക്ക് എടുക്കാം. ആ സമയത്ത് നമുക്ക് എത്രയാണ് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ്? 22,483 നമുക്ക് ആ സമയത്ത് ഇതിൻ്റെ ഒരു സ്ട്രൈക്ക് ഇപ്പോൾ 22,400 ആണെങ്കിൽ പുട്ട് സൈഡ് ആകുമ്പോൾ 22,500 550 എടുത്ത് ഇവിടെ വെച്ച് ഇവിടെ 22,483 ക്ലോസിംഗ് പ്രൈസ്. ആ സമയത്ത് നമ്മുടെ പ്രീമിയം എത്രയാണോ അവിടെ നമുക്ക് പുട്ട് സൈഡ് ബൈ ചെയ്യാം. പുട്ട് സൈഡ് ബൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, നെക്സ്റ്റ് ക്യാൻഡിൽ താഴേക്ക് വന്നു. അതിന് മുൻപ് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു തരാം. ഇതിന് മുമ്പുള്ള സിങ് ലെവലിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് എന്ത് ചെയ്യേണ്ടത്, സെറ്റ് ചെയ്യേണ്ടത്. ഇതിന് മുമ്പുള്ള സിങ് എന്ന് പറയുമ്പോൾ ഈ ഓപ്പൺ പ്രൈസിനും തൊട്ട് മേലെ ഈ ഒരു ക്യാൻഡിൽ നോക്കൂ, 22,509 22,509 മേലെ ഒരു 2-3 പോയിൻ്റ് മുകളിലേക്ക് നമുക്ക് വയ്ക്കാം. ഇപ്പോൾ 22,511 511 എന്ന് വെച്ചോളൂ. നമുക്ക് ഈ സ്റ്റോപ്പ് ലോസിൻ്റെ കളറ് റെഡാക്കാം. പെട്ടെന്ന് മനസ്സിലാവുന്നതിന് വേണ്ടി അത് ലോക്ക് ചെയ്തു. ഇതും ലോക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് എൻട്രി എടുത്തത്? ഇവിടെയാണ് എൻട്രി എടുത്തത്. എത്രയിലാണ്? 22,483 എൻട്രി എടുത്തത്. അവിടെ നിന്ന് വീണ്ടും മുകളിലോട്ട് പോയി. നോക്കൂ, മുകളിലോട്ട് പോയി. പക്ഷെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെയാണ് ഉള്ളത്. വീണ്ടും താഴത്തേക്ക് വന്നു. ഇവിടെ താഴത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സ്റ്റോപ്പ് ലോസ് പ്രൈസ് ഉണ്ടല്ലോ, ഇതിനെ നമ്മൾ നെക്സ്റ്റ് സിങ്ങിലേക്ക് കൊണ്ടുവരണം. നോക്കൂ, ഇതിൻ്റെ 2-3 പോയിൻ്റ് മേലെ 22,500 എന്ന് വെച്ചോളൂ. 22,500 നോക്കൂ, ഇവിടെ താഴെ വന്നു വീണ്ടും മേലെ പോയി. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാം കേട്ടോ. ഇവിടെ നിന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര പോയിൻ്റ് കിട്ടിയെന്ന് നോക്കാം. 22,483 ഇവിടെ ക്ലോസിംഗ് പ്രൈസ്. 22,458. അപ്പോൾ 83 58 പറയുമ്പോൾ ഏകദേശം ഒരു 25 പോയിൻ്റോളം ഇറങ്ങിയില്ലേ. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. പരമാവധി നിഫ്റ്റിയിലൊക്കെ ഒരു 10 പോയിൻ്റ് 15 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് മാറി നിൽക്കുന്നതാണ് ഏറ്റവും നല്ല ബുദ്ധി, ഏറ്റവും നല്ല കാര്യം അതാണ്. അതിനുശേഷം നമുക്ക് മാർക്കറ്റ് വീണ്ടും പഴയ രൂപത്തിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എൻട്രി പ്രൈസ് എടുത്ത് വീണ്ടും വരാം. ഇനി അഥവാ നിങ്ങൾ ഇവിടെ എക്സിറ്റ് ചെയ്തില്ലെങ്കിൽ തന്നെ ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി. പക്ഷെ നമ്മുടെ SL ഇവിടെയാണ് വെച്ചിരിക്കുന്നത് 22,500. ഇവിടെ മേലെ പോയി വീണ്ടും താഴത്തേക്ക് വന്നു. ഇവിടെ നിന്നും വീണ്ടും 22,458 നിന്നും വീണ്ടും 22,449 വന്നു. വീണ്ടും ഒരു 9 പോയിൻ്റോളം താഴേക്ക് വന്നു അല്ലേ. അവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഇനി അവിടെയും നിങ്ങൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ നെക്സ്റ്റ് എവിടെയാണ് സ്റ്റോപ്പ് ലോസ്? ഇവിടെയാണ്. ഇങ്ങോട്ട് കൊണ്ടുവരണം. നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് കൊണ്ടുവരണം. നെക്സ്റ്റ് സ്വിങ്ങിലേക്ക് കൊണ്ടുവന്നാൽ വീണ്ടും അത് മുകളിലേക്ക് പോയി ഇല്ല, വീണ്ടും താഴേക്ക് വന്നു. അപ്പോൾ ഇവിടെ 3 സമയത്തും ഒരേ ഏരിയയിലാണ് ഇത് റീട്രേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നോക്കൂ, ഇതിന് തൊട്ടടുത്താണ് സെക്കൻഡ്, ഇതിന് തൊട്ടടുത്താണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് റീട്രേസ് ചെയ്ത് തരാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഇവിടെയെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. പിന്നെ കാത്തിരിക്കുന്നത് മണ്ടത്തരാണ്. കാരണം ഒരു തവണ ഇവിടെ വന്ന് തിരിച്ചു പോയി, വീണ്ടും ഇവിടെ വന്ന് തിരിച്ചു പോയി, വീണ്ടും ഇവിടെ വന്ന് തിരിച്ചു പോകാൻ നിൽക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. നോക്കൂ, ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും എന്തായി? ഓപ്പൺ പ്രൈസിലേക്ക് പോയി. ഓപ്പൺ പ്രൈസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാൾ സൈഡിലേക്ക് ഒരു ബൈ എൻട്രി എടുക്കാം. ഓപ്പൺ പ്രൈസ് ക്രോസ് ചെയ്ത് ക്ലോസ് ചെയ്താൽ മതി. പകുതി ക്യാൻഡിൽ
ക്രോസ് ചെയ്താൽ മതി. നോക്കൂ, ഇങ്ങനെ നിന്നാലും മതി. 5 മിനിറ്റ് ഫ്രെയിം ആണെങ്കിൽ കേട്ടോ, 1 മിനിറ്റ് അല്ല, ഞാൻ ഇവിടെ 1 മിനിറ്റാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി ഞാൻ കാണിച്ചു തന്നതാണ്. ഇങ്ങനെ ഇല്ല, 1 മിനിറ്റ് ഫ്രെയിം ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മുകളിലേക്ക്, പൂർണ്ണമായി മുകളിലേക്ക് തന്നെ നിൽക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ ബൈ എൻട്രി ഇവിടെ നിന്ന് കാൾ സൈഡ് പോസിബിൾ ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. നോക്കൂ എത്ര മനോഹരമായി നമുക്ക് പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ പ്രീമിയത്തിലാണെങ്കിൽ ഒരു 20 പോയിൻറ്റോളം നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു കുറച്ചുകൂടെ ഇൻ ദ മണി ആണെങ്കിൽ ഇപ്പോൾ 22,483 നമ്മുടെ പുട്ട് സൈഡ് ബൈ എൻട്രി. അപ്പോൾ നമുക്ക് അത് ഏത് പ്രീമിയമാണ് എടുക്കേണ്ടത്? പ്രീമിയം സ്ട്രൈക്ക് പ്രൈസ് 22,600 മിനിമം എടുക്കണം. 22,600 സ്ട്രൈക്ക് പ്രൈസാണ് നമ്മൾ എടുത്ത് പോകേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ പ്രീമിയത്തിൻ്റെ മൂവിങ് കുറച്ച് ഫാസ്റ്റ് ആവുകയുള്ളൂ. നമ്മൾ ഔട്ട് ഓഫ് ദ മണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ പ്രീമിയം വളരെ സ്ലോ ആയിട്ട് മൂടുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ശ്രമിക്കുക സുഹൃത്തുക്കളെ. കഴിഞ്ഞ വ്യാഴാഴ്ച ഏറ്റവും റിസ്ക്കായ മാർക്കറ്റായിരുന്നു. ആ റിസ്ക്കായ മാർക്കറ്റിൽ തന്നെ ഈ സ്ട്രാറ്റജി വർക്കായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല മൂവിങ് ഫാസ്റ്റുള്ള മറ്റുള്ള ദിവസങ്ങളിലൊക്കെ പരീക്ഷിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രോഫിറ്റോട് കൂടി തന്നെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. ഞാൻ വീണ്ടും അടുത്തൊരു ദിവസത്തെ കാണിച്ചിട്ട് സമയം കൊണ്ടുപോകുന്നില്ല. ഏതായിരുന്നാലും നിങ്ങൾക്ക് ഏറെക്കുറെ നല്ല ക്ലിയറായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വളരെ വ്യക്തമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യാതൊരുവിധ പൊടിപ്പും തൊങ്ങലുകളും ഒന്നും ഇല്ലാതെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരുപാട് വീഡിയോ നീട്ടാനും ഉദ്ദേശിക്കുന്നില്ല. ഓക്കെ, ഇനി ഞാൻ വ്യാഴാഴ്ച വീഡിയോ ചെയ്യാത്തത് കൊണ്ട് ബുധനാഴ്ച രാത്രി, അതായത് വ്യാഴാഴ്ചത്തേക്ക് തന്ന ഒരു 2 സ്റ്റോക്കുള്ള പെർഫോമൻസ് കൂടെ നോക്കിയിട്ട് നമുക്ക് വീഡിയോ എൻഡാക്കാം. ഒന്നാമത്തെ മെഡ് പ്ലസ് ആയിരുന്നു. മെഡ് പ്ലസ് ബൈ എൻട്രി 708 പറഞ്ഞിരുന്നത്. 708 15 മിനിറ്റ് ക്യാൻഡിലാണെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അതിലൊരു ബൈ എൻട്രി എടുത്തിട്ടുണ്ടല്ലോ. ഇനി ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ നമ്മൾക്കൊന്ന് പരീക്ഷിക്കാം. കാരണം ചാനലിൽ കൊടുക്കുകയും ചെയ്തു. 708 വന്നപ്പോൾ ട്രേഡ് എടുത്തവർക്ക് ലോസ് ആവാൻ പാടില്ലല്ലോ. അപ്പോൾ അത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. 9:15 നോക്കൂ, 5 മിനിറ്റ് ക്യാൻഡിലും മെഡ് പ്ലസ് 708 ക്രോസ് ആൻഡ് ക്ലോസ് വെച്ചിട്ടില്ല. നമ്മുടെ 708 നമ്മൾ ബൈ എൻട്രി പറഞ്ഞിരുന്നത്. ഇതിന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 710. പക്ഷേ 5 മിനിറ്റ് ക്യാൻഡിലും 708 ക്രോസ് ആൻഡ് ക്ലോസ് വെച്ചിട്ടില്ല. ക്രോസ് ആൻഡ് ക്ലോസ് വെച്ചാൽ മാത്രമേ നമുക്ക് ബൈ എൻട്രി പാടുകയുള്ളൂ. അതുകൊണ്ട് അതിൽ നമുക്കൊരു എൻട്രി ലഭിച്ചിട്ടില്ല. രണ്ടാമത്തേത് കോറമണ്ടലാണ്. കോറമണ്ടൽ നോക്കൂ, 1104 ബൈ എൻട്രി പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. നോക്കൂ, 9:15. ഓപ്പൺ പ്രൈസ് 1104. 1104 നിന്ന് അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. 1119.70 തന്നെ ആ ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ വെച്ചിട്ടുണ്ട്. 5 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മുടെ 1104 ബൈ എൻട്രി പറഞ്ഞിരുന്നത്. 1104 മുകളിൽ ക്രോസ് ആൻഡ് ക്ലോസ് തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ക്ലോസിംഗ് പ്രൈസ് നോക്കൂ എത്രയാണ്? 1106. 1106 തന്നെ നിങ്ങൾക്ക് എടുക്കാം. 2 പോയിൻ്റ് മേലെ ആയിരുന്നെങ്കിലും 1106 എടുക്കാമായിരുന്നു. ഇനി 1106 എടുത്തില്ല, 1104 വരട്ടെ എന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ 1102 വരെ ലോ വന്നിട്ടുണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ. അതായത് 9:20 1102 വരെ വന്നിട്ടുണ്ട്. ഇനി 1102 എടുത്തിട്ടില്ലെങ്കിൽ 1104 എടുത്താലും ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കൂ, 1122. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് 1110 1115. അതുകൊണ്ട് അതിൽ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാകും. കാരണം വലിയ ടെൻഷൻ ഇല്ലാതെയാണ് അത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു W പാറ്റേൺ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നാളെ വേണമെങ്കിൽ, അതായത് തിങ്കളാഴ്ച വേണമെങ്കിൽ ഒരു ചെറിയ ബൈ എൻട്രി കൂടെ പോസിബിളാണ്. ഒരുപക്ഷെ അത് റിട്ടേൺ വരാനും സാധ്യതയുണ്ട്. ശ്രദ്ധിക്കുക. ഏതായിരുന്നാലും നമ്മുടെ ചാനലിൽ കൊടുക്കുന്ന ട്രേഡുകളിൽ ഒട്ടുമിക്ക ട്രേഡുകളും സക്സസ് റേറ്റാണുള്ളത്. സുഹൃത്തുക്കളെ, ട്രേഡുകളൊക്കെ എടുക്കുകയാണെങ്കിലും അതിനിപ്പോൾ സ്റ്റോക്ക് ആണെങ്കിലും സ്റ്റോക്ക് ഓപ്ഷൻ ആണെങ്കിലും ഇൻഡെക്സ് ഓപ്ഷൻ ആണെങ്കിലും എല്ലാം
വളരെ ശ്രദ്ധിച്ച് ഒരു 10-15 പോയിൻ്റ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയാൽ പെട്ടെന്ന് എക്സിറ്റ് അടിച്ച് പുറത്തേക്ക് വരിക. പിന്നീട് നമുക്ക് വീണ്ടും എൻട്രി കൊടുക്കാമല്ലോ. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വളരെ പരമാവധി ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ചില സന്ദർഭങ്ങളിൽ ഇന്ന് ഞാൻ വീഡിയോയിൽ ചാർട്ടിൽ കാണിച്ച് പറഞ്ഞ രൂപത്തിൽ നമ്മൾ അതിൻ്റെ കണക്കനുസരിച്ച് സിംഗിളൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റാവില്ല. പക്ഷേ അത് പോയിൻ്റ് കുറച്ച് കൂടുതലായിരിക്കും. ഇല്ല നിങ്ങൾക്ക് അത് അറിയില്ല എങ്കിൽ സ്റ്റോപ്പ് ലോസ് വളരെ ഒരു 10 പോയിൻ്റ്, നിഫ്റ്റി ആണെങ്കിൽ ഒരു 10 പോയിൻ്റ് താഴെയൊക്കെ വെച്ചുകൊണ്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഏതായിരുന്നാലും മാർക്കറ്റിനെ കുറിച്ച് അത്യാവശ്യം പഠിക്കാൻ ശ്രമിക്കുക. നോളജ് ഇല്ലാതെ ഇതിലേക്ക് ഇറങ്ങി വന്നാൽ പണം നഷ്ടപ്പെടും. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും നിർദ്ദേശപ്രകാരം നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറോ അതുപോലുള്ള ആരുടെയെങ്കിലൊക്കെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ട്രേഡുകൾ എടുത്ത് നഷ്ടം വരാത്ത രൂപത്തിൽ പോയ പൈസ പിന്നീട് തിരിച്ചു പിടിക്കണമെങ്കിൽ പോയ വേഗത്തിൽ കിട്ടില്ല. നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. വളരെ ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ കഴിയും. പക്ഷേ ക്ഷമ വേണം, അതേപോലെ തന്നെ സമയമാകും. ഏതായിരുന്നാലും വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ദിവസവും കൊടുക്കുന്ന ട്രേഡുകളുമായി നാളെ ഞായറാഴ്ച കാണാം. ഓക്കെ, ബൈ.